അല്ലടോ ഇവിടെ നിന്ന് സീറ്റ് അടിക്കാൻ ലൈവ് ഷോ കാണണമെങ്കിൽ വാ. നമ്മൾ ഉത്തരേന്ത്യൻ മോഡലിൽ കണ്ടിട്ടുണ്ട് മസിൽ പവർ, മണി പവർ, മീഡിയ പവർ ഇത്രയും ഉപയോഗിച്ച് രാഷ്ട്രീയത്തെ വിലക്കെടുക്കുന്ന ഉത്തരേന്ത്യൻ ശൈലി തന്നെയാണ് പാലക്കാട്ടും പയറ്റാൻ ശ്രമിച്ചത്. കള്ളം, പച്ചക്കള്ളം സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ച് പറയുന്നതാണ്. അതൊന്നും മാറ്റിവെച്ചാൽ ലൈസ്, ഡാം ലൈസ് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയേണ്ടി വരും. അതെ, അങ്ങനെ ശീലമായി പോയി. അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. മുഖത്ത് നോക്കി കള്ളം പറയാൻ ഒരറപ്പുമില്ലാത്ത മനുഷ്യരെ കാണുന്നുണ്ടെങ്കിൽ അത് ഇന്നത്തെ ബൈറ്റിൽ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് കേൾക്കണം. എത്ര കൃത്യമായിട്ടാണ് അവർ പറഞ്ഞു വയ്ക്കുന്നതിന് ദൃശ്യം ആ നിമിഷം തന്നെ പൊളിച്ചെടുക്കുന്നുണ്ട്. എന്റെ നിഴലാണെന്നാണ് പറയുന്നത്. നാട്ടിലൊക്കെ പാട്ടാ, ആളുകളൊക്കെ പറഞ്ഞു ചിരിക്കുക. നിഴലിനെ നമ്മൾ പുറത്തു വിട്ടു. വെളുത്ത സാരിയും നല്ല വെളുത്ത ചുരിദാറും മുല്ലപ്പൂവും വെച്ച നിഴലും. അവിടുന്ന് കിട്ടിയത് കുറച്ച് കുറഞ്ഞു പോയെന്നോർത്ത് ഒട്ടും വിഷമിക്കണ്ട, ബാക്കി ഇവിടുന്ന് വാങ്ങാം. ഒന്നുകിൽ അതൊരു മറ്റെന്തോ നിഴലാവാനാണ് സാധ്യത. എന്ത് നിഴലാണെന്നാണ് കേട്ടത്. അതെ, നിഴലാണ്, ആർത്ഥത്തിലൊരു നിഴലാണ്. പക്ഷെ നോക്കൂ, വെളുത്ത ചുരിദാറിട്ട മുല്ലപ്പൂ വെച്ചൊരു നിഴലിന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. പെട്ടെന്ന് ഒരു ഐഡിയ തോന്നിയതാ സാർ. നമ്മൾ എന്ത് ചെയ്യും? എന്തൊരു ഗതികേടാണ് ഈശ്വര. അതിന് മാത്രം നമ്മൾ എന്ത് പാപമാ ചെയ്ത്? നമ്മളല്ല, നീയല്ലേ എല്ലാം മരത്തി വെച്ചത്. പക്ഷെ ഇതൊരു നിഴൽ, വെള്ള ചുരിദാറെടുത്ത മുല്ലപ്പൂ വെച്ച നിഴൽ ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടും അവരത് സമ്മതിക്കുന്നില്ല. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ. എന്നിട്ട് ആ ദൃശ്യമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാതെ പോയിട്ട് വാർത്താ സമ്മേളനത്തിൽ പോയി പൂർണ്ണമായിട്ടും പൊളിഞ്ഞു നിൽക്കുന്ന ശോഭാ സുരേന്ദ്രനെയല്ലേ നമ്മൾ കണ്ടത്. ഒരാൾ കഥയുണ്ടാക്കുന്നു, തിരക്കഥ വേറൊരാൾ അതിന് സഹായം ചെയ്തു കൊടുക്കുന്നു, അതൊരു മീഡിയ പ്രവർത്തകൻ പോസ്റ്റ് ചെയ്യുന്നു. എന്നിട്ടും അവർ ആവർത്തിച്ചു ചോദിക്കുക, ആ ദൃശ്യങ്ങൾ പുറത്തുവിടൂ. എന്തൊരു കോൺഫിഡൻസ് ആണ് മധു ഈ സ്ത്രീക്ക് എന്നുള്ളതാണ്. നമുക്ക് രക്ഷപ്പെടാൻ എന്താ വഴി എന്ന് പറയും. ഒരു വഴിയുണ്ട്, ഇത്തിരി വിഷം മേടിച്ച് മരിക്കാം. ആ ദൃശ്യങ്ങൾ പുറത്തുവിടും. ആ ദൃശ്യങ്ങൾ നമ്മൾ ഒന്നേറിലുണ്ട്, ഇതുവർ അറിയുന്നില്ല. ആ ദൃശ്യങ്ങൾ ആ സമയത്ത് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുക. ആ ദൃശ്യങ്ങൾ പുറത്തുവിടൂ. എൻ്റെ ഈ കാറിൽ കയറിയ ദൃശ്യങ്ങൾ. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? രണ്ടാമത് പറയാണ്, ഇന്നത്തെ ദിവസം ഞാനും പ്രമീള ശശിധരനും മാത്രമേ ഈ കാറിൽ കയറിയിട്ടുള്ളൂ എന്ന്. ആ കാറിന്റെ പുറകിൽ നിന്ന് മാറുന്ന മാത്രമല്ല, ശോഭാ സുരേന്ദ്രൻ അടയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ പുറത്തു വരുമെന്ന് ഭയന്ന് അപ്പൊ ഇറങ്ങാതിരിക്കാൻ വേണ്ടി അങ്ങോട്ട് തള്ളി അങ്ങോട്ട് ഉള്ളിലേക്ക് കയറ്റുന്നുണ്ട്. ഇതാ ഞങ്ങളുടെ പ്ലാൻ. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. ഇതെല്ലാം ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഈ ശോഭാ സുരേന്ദ്രൻ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്നത്തെ ദിവസം എന്തായാലും കണ്ണാടിയിലെ ദേവു എന്ന് പറയുന്ന വല്യമ്പയ്ക്ക് ഒരു കൊച്ചുമോളെ കിട്ടി. മഹാരാഷ്ട്രയിൽ നിന്നുള്ളൊരു കൊച്ചുമോള്, സിമി സജീവ് എന്നാണ് പേര്. അങ്ങനെ സിമി സജീവിന്റെ വല്യമ്മയായിട്ട് ദേവു മാറിയ ദിവസം കൂടിയാണിന്ന്. വല്ലാത്ത ചതിയായി. പക്ഷേ അതിൽ അടങ്ങിയിരിക്കുന്ന പ്രശ്നം എന്താ? ആ ധാർഷ്ട്യവും കോൺഫിഡൻസുമാണ് എന്നെ ഭയപ്പെടുത്തുന്നത്. ഇത്രയും കളവ് പറഞ്ഞാലും പിടിക്കപ്പെടില്ലെന്നുള്ളൊരു കോൺഫിഡൻസ് എങ്ങനെയാണ് ശോഭാ സുരേന്ദ്രന് വന്നത്? എനിക്കിത് പൊത്തരിയൊന്നുമില്ല, അത്ര നല്ല മനസ്സും എനിക്കില്ല. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. എന്നിട്ട് പറയാണ് ഇവര്, ആ കാറിലിരുന്ന് പറയാണ്, ഈ പിറകിലിരിക്കുന്ന കുട്ടി മഹാരാഷ്ട്രയിൽ നിന്ന് വന്നതാണെന്ന്. നേരത്തെ മാധു പറഞ്ഞതുപോലെ മഹാരാഷ്ട്രയിൽ നിന്ന് പേരമ്മയെ കാണാൻ വേണ്ടി വന്നിട്ട് ശോഭാ സുരേന്ദ്രന്റെ കാറിൽ നിന്ന് ഓടിപ്പോയി ഇറങ്ങി പൈസയും കൊടുത്തിട്ട് തിരിച്ച് വീണ്ടും ശോഭാ സുരേന്ദ്രന്റെ കാറിൽ കയറി പോകുന്ന ഒരു കൊച്ചുമോളും. ഇറ പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. പോയി ചത്തുടടാ. എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിറകിലിരിക്കുന്ന ഇത് പറഞ്ഞത് മറന്നുപോയി ശോഭാ സുരേന്ദ്രൻ. ശോഭാ സുരേന്ദ്രന് കുരുക്കായി മാറിയതായിരുന്നു. അങ്ങനെ തുടർച്ചയായിട്ട് പൊളിഞ്ഞ് ശോഭാ സുരേന്ദ്രൻ നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു സ്ത്രീ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമ്പോൾ തെരഞ്ഞെടുപ്പിൽ പണം കൊടുക്കുന്ന ഒരാളാക്കി എന്നെ വേട്ടയാടാൻ നിങ്ങൾ പരിശ്രമിച്ചതിന്റെ വാർത്ത എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. എനിക്ക് നിങ്ങളെ മനസ്സിലാവുന്നില്ല. ഇയാളെ ഇനി നമ്മൾ വിശ്വസിക്കൂല. കാട്ടുകളെ. എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ. മറ്റേത് ഒരു ചെറുപ്പക്കാരൻ, ഒരു 22-23 വയസ്സുള്ള ഒരു കുട്ടി സ്വന്തം അമ്മയുടെ പ്രായമുള്ള എന്നെ നോക്കി സെക്ഷലി ഹറാസ്മെന്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരാക്ഷൻ 3 തവണ കാണിച്ചാൽ ഞാൻ കാർ നിർത്തി അവന്റെ അരികിലേക്ക് ചെല്ലണ്ട എന്നാണോ നിങ്ങൾ പറയുന്നത്? ഇതൊക്കെ വെറും ചീപ്പ് നമ്പർ അല്ലേ അച്ഛാ? അല്ല, അച്ഛന്റെ സ്റ്റാൻഡേർഡ് ഓക്കെ. സംഭവം പൊളിഞ്ഞായിരുന്നു, നീ വെച്ചേരെ. എന്തോന്ന് പൊളിഞ്ഞു? നീ വെച്ചേ.
എന്തിനാടാ ദിനേശ നാട്ടുകാരെ ചിരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് ചെയ്തു കൂട്ടുന്നു? ഇത് ഇതിനപ്പുറം ചെയ്യണം എന്നാലേ പിടിച്ചു നിൽക്കാൻ പറ്റും. ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.